ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ബോംബെ ഹൈക്കോടതിയിൽ ക്ലർക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 129 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാസം 92,300 വരെ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണിത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ബോംബെ ഹൈക്കോടതി ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റ് 2025 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. സ്ഥാപനത്തിൻ്റെ പേര് ബോംബെ ഹൈക്കോടതിയാണ്. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത്. അതേപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. തസ്തികയുടെ പേര് ക്ലർക്ക് വേക്കൻസിയാണ്. അതേപോലെ ഒഴിവുകളുടെ എണ്ണം 129. ജോലി സ്ഥലം ഓൾ ഓവർ മുംബൈ. ജോലിയുടെ ശമ്പളം 29,200 രൂപ മുതൽ 92,300 വരെയാണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അതേപോലെ അപേക്ഷ ആരംഭിച്ച തീയതി 2025 ജനുവരി 22 അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഫെബ്രുവരി 5 ഓക്കെ, അതേപോലെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം. അതേപോലെ ഇതിന് എത്ര വേക്കൻസി ഉണ്ട് നമുക്ക് നോക്കാം. 129 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ 29,200 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് പറയുന്നത്. 92,300 വരെ സമ്പാദിക്കാവുന്ന ഒരു ജോലിയാണിത്. അതേപോലെ ഇതിൻ്റെ പ്രായപരിധി നോക്കാം. പ്രായപരിധി പറയുന്നത് ജനറൽ ഓപ്പൺ വിഭാഗത്തിന് 18 വയസ്സാണ് മിനിമം ഏജ് ആയിട്ട് പറയുന്നത്. മാക്സിമം ഏജ് അവർക്ക് 38 വയസ്സാണ്. അതേപോലെ SC/ST അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഓർ സ്പെഷ്യൽ ബാക്ക്വേർഡ് ക്ലാസ്സസ് സ്പെസിഫൈഡ് ഫോർ ദി ടൈം ബീങ് ബൈ ദി ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്ര 43 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത്. അതേപോലെ ഫോർ ഹൈക്കോർട്ട് ഗവൺമെൻറ് എംപ്ലോയീസ് അപ്ലൈയിങ് ത്രൂ പ്രോപ്പർ ചാനലിലേക്ക് ഏജ് ലിമിറ്റ് പറയുന്നില്ല. അതേപോലെ ഇതിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത ക്ലർക്ക് വേക്കൻസിയിലേക്ക് കാൻഡിഡേറ്റ് ഷുഡ് പോസസ് എനി ഡിഗ്രി. പ്രിഫറൻസ് വിൽ ബി LLB. LLB പ്രിഫറൻസ് ചെയ്തവർക്കും അപേക്ഷിക്കാം. അതേപോലെ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്ന ഒരു ജോലിയാണിത്. അതേപോലെ ഇതിലേക്ക് അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം. രജിസ്ട്രേഷൻ ഫീസായിട്ട് 100 രൂപയാണ് പറയുന്നത്. അതേപോലെ എക്സാമിനേഷൻ ഫീസായിട്ട് 400 രൂപയും ടോട്ടൽ 500 രൂപയാണ് പറയുന്നത്. അത് ഓൺലി ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് മാത്രമാണ്. അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഫീസാണ് ഈ 400 രൂപ. അതേപോലെ ഇതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ്. എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിന് ചുവടെ കൊടുത്ത ലിങ്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ചൂടെ കൊടുക്കാം. അതിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് ഉണ്ടാവും. അത് മുഖേനയാണ് നിങ്ങളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുകയായിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.